CNN ഫിസിക്സ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ജൂൺ 1 മുതൽ നമ്മുടെ വിദ്യാലയത്തിൽ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുകയാണല്ലോ. അതിന്റെ ഭാഗമായി 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള ഫിസിക്സ് ക്ലാസുകളാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ക്ലാസുകൾ. അതിനാൽ രണ്ട് തരത്തിലുള്ള വിദ്യാർത്ഥികളും വീഡിയോ ശ്രദ്ധാപൂർവം കണ്ട് ക്ലാസ്സിൽ പറയുന്നത് പോലെയുള്ള നോട്ടുകൾ തയ്യാറാക്കി വളരെ ഗൗരവപൂർവം പഠിക്കേണ്ടതാണെന്ന് ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ആദ്യ പാഠം എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നതാണ്. മലയാള മീഡിയത്തിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. പദാർത്ഥങ്ങളുടെ ലോകത്ത് പ്ലാസ്റ്റിക് പോലെയാണ് ഊർജത്തിന്റെ ലോകത്ത് വൈദ്യുതി. പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകത, പ്ലാസ്റ്റിക്കിനെ നമുക്ക് ആവശ്യമുള്ള ഏത് രൂപത്തിലേക്കും മാറ്റാം. അതുപോലെ തന്നെയാണ് വൈദ്യുതോർജവും. വൈദ്യുതോർജത്തെ നമുക്ക് ആവശ്യമുള്ള മറ്റ് ഊർജ രൂപങ്ങളാക്കി മാറ്റാം. അതിനാൽ തന്നെ വൈദ്യുതോർജത്തെ കുറിച്ചുള്ള പഠനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ അധ്യായത്തിൽ പ്രധാനമായും രണ്ട് ഫലങ്ങളാണ്, രണ്ട് എഫക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനു മുമ്പ് എന്താണ് ഈ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. ഒരു ഉപകരണം വൈദ്യുതോർജത്തെ പ്രയോജനപ്രദമായ മറ്റ് ഏത് ഊർജ രൂപമാക്കിയാണോ മാറ്റുന്നത്, അതാണ് ആ ഉപകരണത്തിലെ വൈദ്യുതിയുടെ ഫലം. ഒരു ഉദാഹരണം എടുത്താൽ, ഒരു അയൺ ബോക്സ് നമ്മൾ പരിഗണിച്ചാൽ, ആ അയൺ ബോക്സിൽ വൈദ്യുതോർജം താപോർജമായി മാറുന്നു. അതിനാൽ അയൺ ബോക്സിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലം എന്നത് താപഫലം ആണ്. അപ്പോൾ the useful form of energy into which a device converts electrical energy is considered as the effect of electric current on that device. മലയാളം മീഡിയക്കാർ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? പ്രയോജനപ്രദമായ രീതിയിൽ വൈദ്യുതോർജത്തെ ഏത് ഊർജ രൂപമാക്കിയാണോ ഒരു ഉപകരണം മാറ്റുന്നത്, അതാണ് ആ ഉപകരണത്തിലെ വൈദ്യുത ഫലം. അത്തരത്തിൽ എഴുതണം. ബോർഡിൽ അത് എഴുതിയിട്ടില്ല, നിങ്ങൾ വീഡിയോ കേട്ട് അത് നോട്ടിൽ കുറിക്കേണ്ടതാണ്. ഇനി അതിനാൽ തന്നെ നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളിലും നടക്കുന്ന വൈദ്യുത ഫലം എന്താണെന്നും അതിൽ വൈദ്യുതോർജം ഏത് ഊർജ രൂപമായാണ് മാറുന്നത് എന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പാഠപുസ്തകത്തിലെ ഒരു പ്രവർത്തനമാണ്, ആക്ടിവിറ്റിയാണ് ഇത്. ഇത് വളരെ ലളിതമായ ആക്ടിവിറ്റിയാണ്, പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പ്രധാനമായിട്ടും എനർജി ചേഞ്ച്, അതുമാതിരി തന്നെ എഫക്റ്റും. അപ്പൊ എനർജി ചേഞ്ചിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതിലേക്ക് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന ഊർജം ഏതാണ്, പുറത്തേക്ക് ലഭിക്കുന്ന ഊർജം ഏതാണ്. നമുക്ക് നോക്കാം. പാഠപുസ്തകത്തിലെ അതേ ഉപകരണങ്ങളാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഉപകരണം ബൾബ്. ബൾബ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇൻകാൻഡസന്റ് ലാമ്പ് അഥവാ ഫിലമെന്റ് ലാമ്പ് എന്ന് പറഞ്ഞിട്ടില്ല. അതിനാൽ അവിടെ നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇലക്ട്രിക്കൽ എനർജി അവിടെ മാറുന്നത് ലൈറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി ഇൻടു ലൈറ്റ് എനർജി. അപ്പൊ അതിൽ നടക്കുന്ന എഫക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ലൈറ്റ് എഫക്റ്റ് ആണ്. ഇത് ഇൻകാൻഡസന്റ് ലാമ്പ് ആണെങ്കിൽ, നമ്മുടെ ഫിലമെന്റ് ലാമ്പ് ആണെങ്കിൽ ലൈറ്റ് എനർജിയുടെ കൂടെ ഹീറ്റ് എനർജിയും കൂടി ഉണ്ടാകും. പക്ഷെ ഇവിടെ വെറും ബൾബ് എന്ന് പറഞ്ഞ കാരണം ഇത്തരത്തിൽ നമ്മൾ എഴുതിയത്. ഇനി വൈദ്യുതോർജം, മലയാളം മീഡിയം. ബൾബില് വൈദ്യുതോർജം പ്രകാശോർജമായിട്ട് മാറുന്നു. അവിടെ നടക്കുന്ന ഫലം പ്രകാശഫലം. ഇനി ഇൻഡക്ഷൻ കുക്കർ, നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഡക്ഷൻ കുക്കർ. അവിടെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. അവിടെ നടക്കുന്ന ഫലം ഹീറ്റ് എഫക്റ്റ് ആണ്. മലയാള മീഡിയം വൈദ്യുതോർജം താപോർജമായി മാറുന്നു, താപഫലം. അടുത്തത് സ്റ്റോറേജ് ബാറ്ററി വൈൽ ചാർജിങ്. നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി അവിടെ സംഭരിച്ചു വയ്ക്കുന്നത് കെമിക്കൽ എനർജി ആയിട്ടാണ്. അതിനാൽ അവിടെ നടക്കുന്ന എനർജി ചേഞ്ച് ഇലക്ട്രിക്കൽ എനർജി ഇൻടു കെമിക്കൽ എനർജി. വൈദ്യുതോർജം രാസോർജമായി മാറുന്നു. അവിടെ നടക്കുന്ന ഫലം കെമിക്കൽ എഫക്റ്റ് അഥവാ രാസഫലം. അടുത്തത് മിക്സി. മിക്സിയിലെ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. മലയാളം മീഡിയം വൈദ്യുതോർജം
യാന്ത്രികോർജമായി മാറുന്നു. അവിടെ നടക്കുന്ന ഫലം മെക്കാനിക്കൽ എഫക്റ്റ് അഥവാ യാന്ത്രിക ഫലം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ എഴുതി വെച്ച് കൃത്യമായി പഠിക്കണം. അപ്പൊ നമ്മൾ ഓരോ ഉപകരണങ്ങളിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം, എനർജി കൺവേർഷൻ നമ്മൾ കണ്ടു. ഇനി ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും രണ്ട് എഫക്ട്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഹീറ്റ് എഫക്റ്റ്, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതിയുടെ താപഫലം. അടുത്തത് പ്രകാശഫലം. അപ്പോൾ നമ്മൾ ആദ്യം ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആ ഭാഗമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഒരു ചാലകത്തിൽ കൂടെ ഒരു കണ്ടക്ടറിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത്, കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി എത്ര, ആ ഹീറ്റ് എനർജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ, ആ താപോർജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പായി കുറച്ച് പ്രധാനമായും 4 കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പാഠപുസ്തകത്തിൽ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് വേറൊരു രീതിയിലാണ്. അത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ ഈ മാർഗമാണ് ഏറ്റവും എളുപ്പം. 4 കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ വൈദ്യുത പ്രവാഹ തീവ്രത, ഇന്റൻസിറ്റി ഓഫ് കറന്റ്, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം. മൂന്നാമത്തത് എനർജി, ഊർജ സംരക്ഷണ നിയമം. നാലാമത്തത് വർക്കും എനർജിയും തമ്മിലുള്ള ബന്ധം. ഈ 4 കാര്യങ്ങൾ അറിഞ്ഞാലേ പാഠപുസ്തകത്തിൽ ആദ്യം പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയൂ. അതിനാൽ ആദ്യം നമുക്ക് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് അഥവാ വൈദ്യുത പ്രവാഹ തീവ്രത അതിലേക്ക് വരാം. കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി നമ്മൾ നിത്യജീവിതത്തിൽ ധാരാളം ഇടപഴകുന്ന ഒരു ഊർജ രൂപമാണ്. വൈദ്യുതി എന്താണ്, കറണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരിൽ നിന്നും വരുന്ന ഉത്തരം ഇലക്ട്രോൺ പ്രവാഹം, ഇലക്ട്രോണുകളുടെ ഒഴുക്കാണ് എന്നാണ്. എന്നാൽ സത്യത്തിൽ ഇലക്ട്രോണുകൾ തന്നെ ഒഴുകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചാർജിന്റെ പ്രവാഹമാണ് വൈദ്യുതി. സാധാരണ ചാലകങ്ങളിൽ അല്ലെങ്കിൽ കണ്ടക്ടറുകളിൽ ഇലക്ട്രോണുകളാണ് ചലന സ്വാതന്ത്ര്യത്തോടു കൂടി ഉള്ളത്. പ്രോട്ടോണുകൾ, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ന്യൂക്ലിയസിനുള്ളിലാണ്. അപ്പൊ സാധാരണ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം സാധ്യമാക്കുന്നത് ഇലക്ട്രോണുകളാണ്. എന്നാൽ ഇലക്ട്രോണുകൾ തന്നെ ഒഴുകണം എന്ന് നിർബന്ധമില്ല. പിന്നെ ആർക്കാണ് സാധിക്കുക? ചാർജുള്ള ആർക്കും സാധിക്കും. ഏറ്റവും നല്ല ഉദാഹരണമാണ് അയോണുകൾ. സാധാരണ ലായനികളിലും പ്രത്യേകിച്ചും നിങ്ങൾ കെമിസ്ട്രി, രസതന്ത്രത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രോ കെമിസ്ട്രിയിൽ അവിടെ ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്തും ഒക്കെ ലായനിയിലൂടെ ഒഴുകുന്നത്, ഇലക്ട്രോലൈറ്റിലൂടെ ഒഴുകുന്നത് അയോണുകളാണ്. അപ്പൊ ചാർജിന്റെ പ്രവാഹമാണ് വൈദ്യുതി എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇനി എന്താണ് വൈദ്യുത പ്രവാഹ തീവ്രത, ഇന്റൻസിറ്റി ഓഫ് കറന്റ്? അതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ ഇന്റൻസിറ്റി ഓഫ് കറന്റ്. ഇന്റൻസിറ്റി ഓഫ് കറന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഒഴുകുന്ന ചാർജിന്റെ അളവാണ്. ഒരു സെക്കൻഡിൽ. Intensity of current is the amount of charge flowing through a particular area in unit time. Unit time എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ്. മലയാളം മീഡിയം. ഒരു ചാലകത്തിലൂടെ ഒരു സെക്കൻഡിൽ ഒഴുകുന്ന ചാർജിന്റെ അളവാണ് വൈദ്യുത പ്രവാഹ തീവ്രത. അങ്ങനെയാണെങ്കിൽ Q ചാർജ് T സെക്കൻഡ് സമയം ഒരു ചാലകത്തിലൂടെ ഒഴുകി എന്നുണ്ടെങ്കിൽ, if charge Q flows in time T, then intensity of current, intensity അതാണ് I എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. Intensity of current is equal to Q ആണ് ആകെ ഒഴുകിയത്, എടുത്ത സമയം T ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഒഴുകിയ ചാർജ് I is equal to Q by T or Q is equal to I into T. അപ്പോൾ ഈ ബന്ധം മറക്കരുത്, നമുക്കിനി ഇത് ആവശ്യം വരും. I is equal to Q by T or Q is equal to I into T. മലയാളം മീഡിയം വിദ്യാർത്ഥികൾ Q ചാർജ് T സമയം ഒഴുകുമ്പോൾ I സമം Q by T or Q is equal to I into T. ഫിസിക്സിൽ എപ്പോഴും ഒരു ക്വാണ്ടിറ്റി, ഒരു അളവ് നമ്മൾ പഠിച്ചാൽ അതിന്റെ യൂണിറ്റ് എന്താണ് എന്നും എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. ചാർജ്, യൂണിറ്റ് ഓഫ് ചാർജ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കുളോം.
അതിനെ നമ്മൾ സൂചിപ്പിക്കുക സി എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നോട്ടിൽ ഹെഡിങ് ഉണ്ടായിരിക്കണം. ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്താണെന്ന് എഴുതിയിരിക്കണം. ബന്ധം ഇഫ് ചാർജ് ഫ്ലോസ്, ആ ബന്ധവും എഴുതിയിരിക്കണം. അതുമാതിരി തന്നെ മലയാളം മീഡിയം വിദ്യാർത്ഥികളും അതെ, ഇവിടെ എന്താണ് വൈദ്യുത പ്രവാഹ തീവ്രത, എന്താണ് അവ തമ്മിലുള്ള ബന്ധം, യൂണിറ്റും രണ്ട് കൂട്ടരും, അതായത് ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളും മലയാളം മീഡിയം വിദ്യാർത്ഥികളും എഴുതി വെക്കണം. ഇത്രയും ഈ പാഠഭാഗത്ത് നിന്ന് നിങ്ങളുടെ നോട്ടിൽ ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ വ്യത്യാസം. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. നമ്മൾ ആദ്യമേ പറഞ്ഞു ചാർജിന്റെ ഒഴുക്ക് അഥവാ പ്രവാഹമാണ് കറണ്ട് എന്ന്. നമ്മുടെ നിത്യജീവിതത്തിൽ പല പ്രവാഹങ്ങളും നമുക്ക് പരിചയമുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണമാണ് വെള്ളത്തിന്റെ ഒഴുക്ക്, വായുവിന്റെ ഒഴുക്ക്. വെള്ളത്തിന്റെ ഒഴുക്ക് കണക്കിലെടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒഴുകണം എന്നുണ്ടെങ്കിൽ ജലത്തിന്റെ നിരപ്പിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഉയർന്ന നിരപ്പിൽ നിന്നും താഴ്ന്ന നിരപ്പിലേക്കാണ് വെള്ളം ഒഴുകുക. ഇനി വായുവിന്റെ ഒഴുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനെ നിരീക്ഷിച്ചാൽ മർദ്ദത്തിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കണം. മർദ്ദം കൂടിയ ദിക്കിൽ നിന്നും മർദ്ദം കുറഞ്ഞ ദിക്കിലേക്കാണ് ഒഴുകുക. അതുപോലെ തന്നെ ചാർജ് പ്രവഹിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വ്യത്യാസം നിർബന്ധമായും ഉണ്ടായിരിക്കണം. ആ ചാലകത്തിന്റെ കണ്ടക്ടറിന്റെ അഗ്രങ്ങൾക്കിടയിൽ ഇലക്ട്രോണുകളുടെ ഊർജ നിലയിൽ അഥവാ എനർജി ലെവലിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. അതാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. ആ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനെ പരിചയപ്പെടലാണ് നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. അതിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? Potential difference between 2 points is the work done to move a unit charge from one point to the other. Potential difference നെ മെഷർ ചെയ്യണം, അതിനെ അളക്കണം എന്നുണ്ടെങ്കിൽ അത് എത്തരത്തിൽ അളക്കാം? എങ്ങനെയാ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, ഒരു കണ്ടക്ടറിന്റെ 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ, ചെയ്യപ്പെട്ട പ്രവൃത്തിയാണ്. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് ചാർജിനെ അഥവാ 1 കുളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ചലിപ്പിക്കാൻ ചെയ്ത പ്രവൃത്തിയാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. അങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ വ്യത്യാസം മെഷർ ചെയ്യുക. അപ്പോ ഒരു യൂണിറ്റ് ചാർജ് ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കുന്നതിനാവശ്യമായ പ്രവൃത്തിയാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. ഇംഗ്ലീഷ് മീഡിയം പൊട്ടൻഷ്യൽ ഡിഫറൻസ് between 2 points is the work done to move a unit charge from one point to the other. രണ്ടുപേരുടെയും നോട്ടിൽ ഇത് ഉണ്ടായിരിക്കണം. ഇനി അടുത്തത്, if W is the work done to move Q ചാർജിനെ ഒരറ്റത്തു നിന്ന് മറ്റൊരു അറ്റത്തേക്ക്, ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്ത പ്രവൃത്തി വർക്ക് W ആണെങ്കിൽ, if W is the work done to move Q charge from one point to the other, then potential difference V is equal to W ആണ്. ചെയ്ത പ്രവൃത്തി Q ചാർജിനെ ചലിപ്പിക്കാനാണ് W ചെയ്തത്. നമുക്ക് ഒരു യൂണിറ്റ് ചാർജിന്റെതാണ് വേണ്ടത്. അതിനാൽ V is equal to W divided by Q. Q ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കുവാൻ ചെയ്ത പ്രവൃത്തി W എങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം V is equal to W by Q. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ്. അപ്പൊ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഈ നോട്ട്, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ നിർവചനവും അതുമാതിരി തന്നെ V is equal to WQ by Q എന്നുള്ള ബന്ധവും കൃത്യമായി നോട്ടിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു ചാലകത്തിലെ ഒരു കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപോർജ്ജം കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് 4 കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ താപോർജ്ജത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ആ താപോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞിരുന്നു. ആദ്യം ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം. പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞത്
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമം. ഇതൊക്കെ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്നാലും ഒന്നുകൂടി പറയാണ്, ഊർജ സംരക്ഷണ നിയമം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, പ്രപഞ്ചത്തിൽ ഒരിക്കലും നമുക്ക് ഊർജം സൃഷ്ടിക്കാൻ നിർമ്മിക്കാൻ സാധിക്കില്ല. നമ്മൾ ഡാമില് അല്ലെങ്കിൽ പവർ ഹൗസിൽ വൈദ്യുതോർജം ഉൽപ്പാദിപ്പിച്ചു എന്ന് പറയും എന്നുണ്ടെങ്കിലും നമ്മൾ ഏതെങ്കിലും ഊർജ രൂപത്തെ വൈദ്യുതോർജാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരിക്കലും നമുക്ക് ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല, രൂപം മാറ്റാൻ സാധിക്കും. അതാണ് ഊർജ സംരക്ഷണ നിയമം. നമ്മൾ മുമ്പ് വിസ്തരിച്ച് പഠിച്ചിട്ടുള്ളതാണ്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഇംഗ്ലീഷ് മീഡിയംകാര്. ഇനി മലയാളം മീഡിയം, ഊർജത്തെ നിർമ്മിക്കുവാനും നശിപ്പിക്കുവാനും സാധ്യമല്ല, രൂപത്തെ മാറ്റുവാൻ മാത്രമേ സാധിക്കൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടത്, നാലാമതായിട്ട് അറിയേണ്ടത് വർക്കും എനർജിയും തമ്മിലുള്ള ബന്ധം. ഫിസിക്സില് പ്രവൃത്തി അല്ലെങ്കിൽ ഊർജം, വർക്ക്, എനർജി, ഇത് രണ്ടും തുല്യമാണ്. ഫിസിക്സിൽ മാത്രമല്ല ഡെയിലി ലൈഫിലും ഇത് രണ്ടും ഒന്നാണ്. നമ്മുടെ ഊർജമാണ് പ്രവൃത്തിയായിട്ട് മാറുന്നത്. ആഹാര പദാർത്ഥങ്ങൾ വഴി ഗ്ലൂക്കോസിനെ ഓക്സീകരണത്തിന് വിധേയമാക്കി, കോശത്തിന്റെ മൈറ്റോകോൺട്രിയയിൽ ഓക്സീകരണത്തിന് വിധേയമാക്കി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തിൽ നിന്നാണ് നമ്മൾ മാനസികവും ബൗദ്ധികവും ഇന്റലക്ച്വൽ കായികവുമായ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പ്രവൃത്തിയും ഊർജവും ഒന്നാണ്. ഫിസിക്സിൽ അതിനാൽ തന്നെ പ്രവൃത്തി കണ്ടെത്തേണ്ട ദിക്കിലൊക്കെ, പ്രവൃത്തിയുടെ അളവ് കണ്ടെത്തേണ്ട ദിക്കിൽ എല്ലാം ഊർജത്തിന്റെ അളവ് കണ്ടെത്തിയാലും മതി. അല്ലെങ്കിൽ ഊർജം, എത്ര ഊർജം വിനിയോഗിച്ചു, എത്ര ഊർജം ഉൽപ്പാദിപ്പിച്ചു എന്ന് കാണണം എന്നുണ്ടെങ്കിൽ എത്ര പ്രവൃത്തി ചെയ്തു എന്ന് കണ്ടാലും മതി. അതിനാൽ തന്നെ രണ്ടും ഒന്നാണ്, രണ്ടിന്റെ യൂണിറ്റും ഒന്നാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഇന്റൻസിറ്റി ഓഫ് കറന്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമം, പിന്നെയോ പ്രവൃത്തിയും ഊർജവും തുല്യമാണ്. ഓക്കെ, നമ്മുടെ ഈ പാഠത്തിന്റെ പ്രധാന ഒരു ഭാഗം ഒരു കണ്ടക്ടറിൽ കൂടെ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി ഒഴുകുന്നതിന്റെ ഫലമായിട്ട് അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി അഥവാ താപോർജം എത്ര എന്ന് കണ്ടെത്തലും, അതുമാതിരി അവിടെ ഉണ്ടാകുന്ന താപോർജത്തിനെ സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയലും ആണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. 4 കാര്യങ്ങൾ നമ്മൾ, ഒന്ന് കറന്റ് ഇന്റൻസിറ്റി ഓഫ് കറന്റ് കണ്ട സമയത്ത് I is equal to Q/T or Q is equal to IT നമ്മൾ ചെയ്തു. അവിടെ ചാർജിന്റെ യൂണിറ്റ് കുളോം ആണ്. കുളോമിന്റെ സ്പെല്ലിംഗ് നമ്മൾ ശ്രദ്ധിക്കണം, COULOMB. നേരത്തെ ഞാൻ ചെയ്ത ബോർഡ് വർക്കിൽ സ്പെല്ലിംഗ് മാറിയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ശരിയായ സ്പെല്ലിംഗ് ഇതാണ്, COULOMB. പിന്നെ നമ്മൾ കണ്ടത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to total work done divided by quantity of charge. പിന്നെ നമ്മൾ കണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. പിന്നെ നമ്മൾ കണ്ടത് വർക്കും എനർജിയും ഈക്വൽ ആണ്. ഇനി നമുക്കിനി പ്രധാനമായിട്ടും വേണ്ടത്, ഇവിടെ നമ്മളൊരു സർക്യൂട്ട് കൺസിഡർ ദിസ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ എന്താ ചെയ്തേക്കണേ, ഒരു സെല്ല് ഒരു നിക്രോം റെസിസ്റ്ററുമായി കണക്ട് ചെയ്തേക്കാണ്. ഹീറ്റിംഗ് കോയിൽ ആയിട്ടുള്ള നിക്രോമുമായി കണക്ട് ചെയ്തേക്കാണ്. ആ നിക്രോമിലൂടെ വൈദ്യുതി നമ്മൾ കടത്തി വിടുന്നു. കുറച്ചു നേരം ഈ വൈദ്യുതി കടത്തി വിട്ടാൽ, കറന്റ് ഫ്ലോ ഉണ്ടായാൽ ഈ നിക്രോം ചുട്ടുപഴുക്കും. നമുക്ക് ഈ നിക്രോമിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപോർജം കണ്ടെത്തണം. യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് നിക്രോം വയർ. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ നിക്രോമിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപോർജം നമുക്ക് കണ്ടെത്തണം. കൃത്യമായിട്ട് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കണം. അപ്പൊ അതിന് അത്തരത്തിൽ ഒരു വൈദ്യുത പ്രവാഹത്തിന്റെ ഫലമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജം കണ്ടെത്താനുള്ള സമവാക്യം അല്ലെങ്കിൽ ഇക്വേഷൻ നമ്മുടെ കയ്യിലില്ല. എന്നാൽ നമുക്ക് ഈ വക ചില കാര്യങ്ങൾ അറിയാം. അത് വെച്ച് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്താണ്? ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് is equal to electrical energy supplied by the battery. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഉണ്ട്.
ഇവിടെ താപോർജം ഈ നിക്രോം വയറിൽ താപോർജം ഉണ്ടായി എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഊർജ രൂപം താപോർജമായിട്ട് മാറാൻ മാത്രമേ സാധിക്കൂ. ഇവിടെ സംഭവിച്ചത് ഈ ബാറ്ററി നൽകിയ വൈദ്യുതോർജം എന്തായിട്ട് മാറുന്നു? താപോർജമായിട്ട് മാറുന്നു. അപ്പൊ നിക്രോം വയറിൽ എത്ര താപോർജം ഉണ്ടായി എന്ന് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബാറ്ററി എത്ര വൈദ്യുതോർജം നിക്രോം വയറിന് നൽകി, ബാറ്ററി നൽകിയ വൈദ്യുതോർജമായിരിക്കും താപോർജമായിട്ട് മാറിയിട്ടുണ്ടാവുക. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് നിക്രോം വയറിൽ ഉണ്ടായ താപോർജം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ബാറ്ററി നൽകിയ വൈദ്യുതോർജം കണ്ടെത്തിയാൽ മതി. ഇനി ബാറ്ററി നൽകിയ വൈദ്യുതോർജം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബാറ്ററി ചെയ്ത പ്രവൃത്തി കണ്ടെത്തിയാൽ മതി. വർക്ക് ഈസ് ഈക്വൽ ടു എനർജി. ആ രീതി ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപോർജം കണ്ടെത്തുന്നത്. അതായത് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ബൈ ദ ബാറ്ററി. ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപോർജം ബാറ്ററി നൽകിയ വൈദ്യുതോർജത്തിന് തുല്യമായിരിക്കും. ഇനി ബാറ്ററി നൽകിയ വൈദ്യുതോർജം എന്തിനോട് തുല്യമായിരിക്കും? വർക്ക് ഡൺ ബൈ ദ ബാറ്ററി. ബാറ്ററി ചെയ്ത പ്രവൃത്തിയോട് തുല്യമായിരിക്കും. അപ്പോ ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപോർജം സമം ബാറ്ററിയിൽ നിന്നും ലഭിച്ച വൈദ്യുതോർജം സമം ബാറ്ററി ചെയ്ത പ്രവൃത്തി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാറ്ററി ചെയ്ത പ്രവൃത്തി അഥവാ വർക്ക് ഡൺ ബൈ ദ ബാറ്ററി, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സമവാക്യം നമുക്കറിയാം. V ഈസ് ഈക്വൽ ടു W ബൈ Q, വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ Q. അപ്പൊ നമുക്ക് ഈ V സർക്യൂട്ടില് അവിടെ ആ റെസിസ്റ്ററിന് അനുഭവപ്പെട്ട V എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു W ബൈ Q, ബാറ്ററി ചെയ്ത പ്രവൃത്തി ഡിവൈഡഡ് ബൈ ചാർജ്. ഓർ W നമുക്ക് കാണേണ്ടത് W ആണ്, പ്രവൃത്തിയാണ്. W ഈസ് ഈക്വൽ ടു V ഇൻറ്റു Q. എന്നാൽ നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു T. നമ്മൾ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് കണ്ട സമയത്ത് നമ്മൾ കണ്ടു ചാർജ് എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ഇൻറ്റു ടൈം, വൈദ്യുത പ്രവാഹ തീവ്രത ഇൻറ്റു സമയം. അതിനാൽ നമുക്ക് ഈ Qവിനെ IT ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ എന്തായി? W ഈസ് ഈക്വൽ ടു V ഇൻറ്റു I ഇൻറ്റു T. ഇത് മൂന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും. കാരണം V മെഷർ ചെയ്യാൻ നമുക്ക് വോൾട്ട് മീറ്റർ ഉണ്ട്, I മെഷർ ചെയ്യാൻ നമുക്ക് അമീറ്റർ ഉണ്ട്, സമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സ്വാഭാവികമായിട്ടും ഈ സെല്ല് ചെയ്ത പ്രവൃത്തി നമുക്ക് അഥവാ വർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആ പ്രവൃത്തി ആയിരിക്കും എന്ത്? ആ ബാറ്ററി അല്ലെങ്കിൽ ആ സെല്ല് സപ്ലൈ ചെയ്ത ഇലക്ട്രിക്കൽ എനർജി. അപ്പോ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ബൈ ദ ബാറ്ററി ഈസ് ഈക്വൽ ടു VIT. ബാറ്ററി നൽകിയ, മലയാളം മീഡിയംകാർ ഇവിടെ എഴുതണം എന്ത്? ബാറ്ററി നൽകിയ വൈദ്യുതോർജം സമം VIT. ഇതെന്തിനോട് തുല്യമായിരിക്കും? ഇതാണ് ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത്. അപ്പൊ താപോർജത്തിനെ സൂചിപ്പിക്കുന്ന അക്ഷരം H ആണ്. H ഈസ് ഈക്വൽ ടു VIT. ആ മലയാളം മീഡിയംകാരെ കൃത്യമായിട്ട് നോട്ട് എഴുതുക. ഇംഗ്ലീഷ് മീഡിയവും അവരുടേതായ രീതിയിൽ നോട്ട് എഴുതുക. H ഈസ് ഈക്വൽ ടു VIT. ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപോർജം ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു ഇന്റൻസിറ്റി ഓഫ് കറന്റ് ഇൻറ്റു ടൈം. ഇവിടെ യൂണിറ്റ് ഓഫ് H, ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് ജൂൾ, ഊർജത്തിന്റെ യൂണിറ്റ് ആയിട്ടുള്ള ജൂൾ തന്നെയാണ്. അപ്പോ H ഈസ് ഈക്വൽ ടു VIT. ഇനി ഓം നിയമപ്രകാരം കഴിഞ്ഞ വർഷം നമ്മൾ ഓം നിയമം പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം, വൈദ്യുത പ്രവാഹ തീവ്രത, ഇന്റൻസിറ്റി ഓഫ് കറന്റ്, പ്രതിരോധം, റെസിസ്റ്റൻസ്, ഇത് മൂന്നും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ് ഓം നിയമം. നമുക്ക് അറിയാം ഈ വർഷവും നമുക്കിത് ആവശ്യമായിട്ട് വരും, പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരും. ആ ബന്ധം നമ്മൾ എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ ത്രികോണത്തിന്റെ ഉള്ളിൽ എഴുതാറുണ്ട്. V is equal to I into R. I is equal to V divided by R. R is equal to V divided by I. ഇത്തരത്തിലുള്ള ബന്ധം. അപ്പോൾ നമുക്ക് ഇവിടെ V is equal to IR. ഈ V is equal to IR എന്നുള്ള ഈ വാല്യൂ നമുക്ക് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ V നമുക്ക് റീപ്ലേസ് ചെയ്യാം IR വെച്ചിട്ട്. അപ്പോൾ H is equal to IR into IT. I into I സ്ക്വയർ ആയി. അപ്പോൾ H is equal to I square RT. അപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജം കാണാൻ
രണ്ട് ഇക്വേഷൻസ് ആയി h is equal to VIT and h is equal to I square RT. ഈ രണ്ട് ഇക്വേഷനും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനി അടുത്തതായിട്ട് ഇത്തരത്തിൽ ചാലകത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലമായി താപോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് നമ്മളൊരു പേര് പറയും. ആ പേര് ഓർക്കണം, എന്താ? ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ്. ദിസ് പ്രോസസ് by which heat is developed in a circuit on passing current through it is known as joule heating or ohmic heating. വൈദ്യുത പ്രവാഹത്തിന്റെ ഫലമായി ഒരു ചാലകത്തിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനെ ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയുന്നു. അപ്പോൾ h is equal to I square RT. h is equal to I square RT എന്നുള്ള ഈ ബന്ധത്തിനെ വാചകാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് ജൂൾ നിയമമായി. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ജൂൾ നിയമമാണ്. ഇംഗ്ലണ്ടുകാരനായിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ജൂള്. അദ്ദേഹം ആണ് ഈ ബന്ധം കണ്ടെത്തിയത്. തെർമോഡൈനാമിക്സിലും അദ്ദേഹത്തിന്റെ വലിയ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജൂൾസ് ലോ, ഇതിനെ വാചകാക്കി മാറ്റിയാൽ മതി. H എന്ന് പറഞ്ഞാൽ ഹീറ്റ്. The heat generated in a current carrying conductor is directly proportional എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈസ് ഈക്വൽ ടു എന്നായാലും തെറ്റൊന്നുമില്ല. ടെക്സ്റ്റില് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞ കാരണം ഞാൻ അങ്ങനെ എഴുതിയത് മാത്രം. എന്തിനോടാണ് പ്രൊപ്പോർഷണൽ ടു? ഇതെന്താ? ദ പ്രൊഡക്റ്റ് ഓഫ്, ഗുണനഫലമാണ്. എന്തിന്റെയൊക്കെ? ദ പ്രൊഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറന്റ്, കറന്റിന്റെ സ്ക്വയർ, the product of the square of the current in the conductor, പിന്നെ the resistance of the conductor and the time of flow of current. അപ്പൊ ഇക്വേഷനെ നേരിട്ട് വാചകമാക്കി മാറ്റിയാൽ മതി. പ്രൊപ്പോർഷണൽ എന്ന് ഉപയോഗിക്കുക. h is equal to I square RT. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതാണ്. അപ്പൊ h is equal to I square RT. ഇനി ഇവിടെ നമുക്ക് ഓം നിയമം ഉപയോഗിച്ച് മറ്റൊരു ഇക്വേഷനും കൂടി ഉണ്ടാക്കാം. ഓം നിയമപ്രകാരം I എന്ന് പറഞ്ഞാൽ V by R ആണ്. V by R. അപ്പൊ I യെ നമുക്ക് V by R ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാം. V by R whole square into RT. That is V square by R square. V by R whole square എന്ന് പറഞ്ഞാൽ V square by R square into RT. ഈ R ഉം പോവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ V square by R into T or V square T by R രണ്ട് നിലയ്ക്കും പറയാം. അപ്പൊ മൂന്നാമത്തെ ഒരു ഇക്വേഷനും കൂടി h കാണാൻ മൂന്നാമത്തെ ഒരു ഇക്വേഷനും കൂടി ആയി h is equal to V square T divided by R. അപ്പൊ ഈ മൂന്ന് ഇക്വേഷനും ഇംഗ്ലീഷ് മീഡിയംകാരും മലയാളം മീഡിയംകാരും എഴുതി വെച്ച് പഠിക്കണം. ഒന്ന് h is equal to V into I into T. വിയും ഐയും നമുക്ക് പ്രോബ്ലത്തിൽ വിയും ഐയും തന്നാൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി ഐയും ആറും തന്നാൽ I square RT എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. വിയും ആറും തന്നാൽ h is equal to V square by R into T or V square T by R രണ്ട് നിലയ്ക്കും പറയാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഈ നോട്ടുകൾ എല്ലാം എഴുതി കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങളുടെ ക്ലാസ് ടീച്ചർമാർ നൽകുന്ന നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് നോട്ട് എഴുതി വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഇതോടെ നമ്മുടെ ഈ ആദ്യത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ പാഠത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സംശയങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഉന്നയിക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായും സംശയങ്ങൾ നമ്മൾ പരിഹരിക്കും.